السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും നടന്നു പോവാൻ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ഖുർആൻ ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. ആ ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായിട്ട് ശ്രദ്ധിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇബ്നു മസ്ഊദിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട് കൂടെയുള്ള അബൂബക്കറിനോടും ഉമറിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അൻ യഖറഅൽ ഖുർആന ഗദ്ദൻ കമാ ഉൻസിൽ ഫൽയഖറഉഹു അലാ ഖിറാഅത്തി ഇബ്നി ഉമ്മി അബ്ദ്. ആരെങ്കിലും അള്ളാഹു ഇറക്കിത്തന്ന അതേ നിലയിൽ ഖുർആൻ ഓതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അവർ ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതുന്നത് പോലെ ഖുർആൻ ഓതട്ടെ എന്നാണ്. അത് എത്ര വലിയ അംഗീകാരമാണ്, സർട്ടിഫിക്കറ്റാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിൻ്റെ ഈ വാക്കൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം നിസ്കാരത്തിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വഴിക്ക് പോയി. അബൂബക്കറും ഉമറും അവരുടെ വഴിക്കും നീങ്ങി. അപ്പോൾ ഇവിടെ ഇബ്നു മസ്ഊദിനെ പറ്റിയിട്ട് നബി പറഞ്ഞ വലിയൊരു കാര്യമാണല്ലോ അത്. ആ വിവരം ഇബ്നു മസ്ഊദിനെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും. ഈമാനുള്ളൊരു മനുഷ്യൻ നമ്മൾ കാരണം സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെ പുണ്യമുള്ള സംഗതിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിക്ക് രാത്രി അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഈ സന്തോഷ വാർത്ത ഇബ്നു മസ്ഊദിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഉമറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ജാഅ ബിക സ്സാഅ, എന്താണ് ഈ അസമയത്ത് വരാനുള്ള കാര്യം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ ഒരു കാര്യം, ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ രസകരമായ, നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയുണ്ട്. ഖദ് സബഖക അബൂബക്കർ, അത് കുറച്ച് നേരത്തെ അബൂബക്കർ വന്ന് പറഞ്ഞു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ നന്മയിലും അബൂബക്കർ മുന്നിലുണ്ടായിരുന്നു. അബൂബക്കറിനോട് മത്സരിച്ചിട്ട് ആരും ജയിച്ചിട്ടില്ല. നന്മയുടെ കാര്യത്തിൽ നമ്മൾ അബൂബക്കറുമാരാകാൻ ശ്രമിക്കുക. ഇവിടെ ഈ സംഭവത്തിൽ ഈ രണ്ടാൾക്കാരുടെയും മനസ്സുകൂടി നമ്മൾ നോട്ട് ചെയ്യുക. കാരണം രണ്ടാൾക്കും അസൂയയില്ല, കളങ്കമില്ല ഉള്ളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റിയിട്ടൊന്നും പറയാത്തൊരു വർത്താനം അബ്ദുല്ലാഹിബ്ൻ മസ്ഊദിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു അംഗീകാരം ഓൻക്ക് കിട്ടിയത് എന്ന് അവർ ചിന്തിച്ചില്ല. അസൂയയില്ലാത്ത മനസ്സാണ് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും റളിയല്ലാഹു അൻഹുമ. ഞങ്ങളുടെ സഹോദരനെ പറ്റിയിട്ട് നബി അത് പറഞ്ഞല്ലോ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷം അവനെ അറിയിക്കണം. അതാണ് അബൂബക്കറും ഉമറും ചിന്തിച്ചത്. ആ ഒരു മനസ്സാണ് നമുക്കും വേണ്ടത്. അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ. എങ്ങനെ ഖുർആൻ ഓതണം എന്നതിന് മാതൃകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദിൻ്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു ഖുർആൻ ഇറക്കി തന്നതുപോലെ ഖുർആൻ ഓതണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവർ ഇബ്നു ഉമ്മി അബ്ദ് ഓതുന്നത് പോലെ, അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് ഓതുന്നത് പോലെ ഓതട്ടെ എന്നാണ്. നമ്മുടെയൊക്കെ ഖുർആൻ പാരായണത്തിൻ്റെ അവസ്ഥ എന്താണ്, നിലവാരം എന്താണ് എന്ന് കൂടി നമ്മളൊന്ന് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നമ്മൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണത്തെ പറ്റിയിട്ട് പറയുക? എങ്ങനെ ഖുർആൻ ഓതരുത് എന്നതിനായിരിക്കും ചിലപ്പോൾ നമ്മൾ മാതൃകയാവുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ പാരായണമൊക്കെ നന്നാക്കാനും ഭംഗിയുള്ളതാക്കാനും നമ്മൾ ശ്രമിക്കുക. പഠിക്കാനും ഉഷാറാക്കാനും ഒക്കെ ഒരുപാട് സംരംഭങ്ങളും അവസരങ്ങളുമുള്ള ഒരു കാലത്തും സമയത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നന്മകളിൽ മുന്നേറുവാനും ഖുർആനിൻ്റെ ആളുകളാകുവാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക,
അറിയിക്കുക നേർവഴി. Peace Radio. Tune to reality.